മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല, കേരളത്തിലേക്കും ഇല്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. വരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് ഇവരെ ചെയ്യുന്നത്? കേരളത്തിലെ ആരാധകരെ കണ്ടിട്ടാണ്. കേരളത്തിലെ ആരാധകരാണ് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം പണം കൊടുത്തിട്ട് ഈ പണം തിരിച്ചു വെക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ഗവൺമെൻറ് നോക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർ എന്താണ് ഗവൺമെൻറ് ഡിസ്കഷൻ വാക്ക് വ്യത്യാസം നടത്തിയാൽ അതിന് മുൻപ് എന്താ കരാറിൽ എങ്ങനെ നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകും. ചീറ്റിംഗ് നടത്തിയാൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകും. പക്ഷേ കേരളത്തിലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആരാധകരോട് ഇവർക്ക് എന്താ പറയാൻ കഴിയുക? പണം മേടിച്ചതിന് ശേഷം പണം കിട്ടിയില്ലേ പറയാം, പണം കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതിന് എന്ന് പറയാം. പണം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ആരാധകരും ഇന്ത്യയിലെ ആരാധകരും അവരങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത് റിപ്പോർട്ടർ ടിവിനെ ബ്ലെയിം ചെയ്തുകൊണ്ടോ ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്തുകൊണ്ടോ മിനിസ്റ്ററെ ബ്ലെയിം ചെയ്തുകൊണ്ടല്ല, കറക്ക് കമ്പനിയാണെന്നോ ഉള്ളതല്ല. കറക്ക് കമ്പനിയാണെങ്കിൽ ഫിഫ കറക്ക് കമ്പനിയായിരിക്കും. ഫിഫേൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. നമ്മളെല്ലാ പെർമിഷൻസും എടുത്തിട്ടുണ്ട്, എല്ലാ എഗ്രിമെൻറ്റ് ക്ലാരിറ്റിയോടുകൂടി ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, അവർ കിട്ടിയെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്, അവർ ആ കാര്യത്തിൽ ഒക്ടോബറിൽ കളിക്കാൻ വരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് അടുത്ത വർഷം സെപ്റ്റംബറിലേക്ക് മാറ്റി അത് അംഗീകരിച്ചിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ കേരളത്തിലേക്കില്ല.